2, 4, 8, 7 ഇവയുടെ ലസാഗു എത്ര? ഇവിടെ ഈ 4 സംഖ്യകളുടെ കോമൺ ഫാക്ടർ ഏതാണ്? 4നും കൂടി കോമൺ ഫാക്ടർ ഇല്ല. 2, 4, 8 ഇവയുടെ കോമൺ ഫാക്ടർ 2 ആണ്. അപ്പോൾ 2 കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യാം. 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 8നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 7 അതുപോലെ തന്നെ എഴുതുക. വീണ്ടും നോക്കൂ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 അതുപോലെ എഴുതുക, 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 7 അതുപോലെ എഴുതാം. അപ്പോൾ 1, 1, 2, 7. ഇനി കോമൺ ഫാക്ടർ ഉണ്ടോ? 2 അതിൽ കൂടുതലോ സംഖ്യകൾക്ക് കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ലസാഗു കണ്ടുപിടിക്കുക? ആ സംഖ്യകളുടെ ഗുണനഫലമാണ് ലസാഗു. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് വന്ന 2 2കളും താഴെയുള്ള 2ഉം 7ഉം ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ലസാഗു. 1 കൊണ്ട് ഗുണിച്ചാകത്തിൻ്റെ വരുന്നത്, അതുകൊണ്ട് 1നെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ലസാഗു = 2 × 2 × 2 × 7 = 56. അടുത്ത ചോദ്യം, ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു എത്ര? ആദ്യ 5 ഒറ്റ സംഖ്യകൾ ഏതാണ്? 1, 3, 5, 7, 9. ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ടോ? ഏതാണ്? 3നും 9നും 3 കോമൺ ഫാക്ടറാണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1, 1, 5, 7, 3. ഇനി കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ LCM 3 × 5 × 7 × 3 315. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗു 36, ഉസാഹ 6, ഒരു സംഖ്യ 12 ആയാൽ മറ്റേ സംഖ്യ ഏത്? 2 സംഖ്യകളുടെ ഗുണനഫലം എന്നത് അതിൻ്റെ ലസാഗുവിൻ്റെയും ഉസാഹയുടെയും ഗുണനഫലമായിരിക്കും. അതായത് സംഖ്യ 1 × സംഖ്യ 2 = ലസാഗു × ഉസാഹ. ഇവിടെ സംഖ്യ 1 12, ലസാഗു 36, ഉസാഹ 6. അപ്പോൾ 12 × സംഖ്യ 2 = 36 × 6. അപ്പോൾ സംഖ്യ 2 = 36 × 6/12. 6ഉം 12ഉം കൂടി ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ എന്ത് കിട്ടും? 6നെ ക്യാൻസൽ ചെയ്ത് 1, 12നെ ക്യാൻസൽ ചെയ്താൽ 2. ഇനി 36ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 36നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 18, 2നെ ക്യാൻസൽ ചെയ്ത് 1. ആൻസർ 18. ഇതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. ഉസാഹ 250, ലസാഗു 3750, ഒരു സംഖ്യ 1250. അപ്പോൾ അടുത്ത സംഖ്യ LCM × HCF മറ്റേ സംഖ്യ. അപ്പോൾ 3750 × 250/1250. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ക്യാൻസൽ ചെയ്യാം അല്ലേ? 250ൻ്റെയും 1250നെ 0 തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 25 125 വരും. ഇനി 25 125 കൂടെ നേരിട്ട് ക്യാൻസൽ ചെയ്യാൻ അറിയാമോ? 25 × 5 ആണ് 125. അപ്പോൾ 25നെ ക്യാൻസൽ ചെയ്താൽ 1, 125നെ ചെയ്താൽ 5. ഇനി ആ 5ഉം 3750 കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താകും? 37നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 വരും. റിമൈൻഡർ 7 × 35, റിമൈൻഡർ 2, 2ഉം 5ഉം 25. 25നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5. ഇനി ഈ 0യും കൂടെ എഴുതുക. അപ്പോൾ 750 750 ആൻസർ. അടുത്ത ചോദ്യം നോക്കൂ. 5, 7, 14 എന്നീ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 5, 7, 14 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നത് അവയുടെ ലസാഗുവാണ്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 5, 7, 14 ഇവയുടെ LCM. നേരത്തെ ചെയ്ത പോലെ 5, 7, 14 ഇവയുടെ കോമൺ ഫാക്ടർ ഏതാണ്? 7, 14 ഇവയുടെ കോമൺ ഫാക്ടർ 7. അതുകൊണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 അതുപോലെ എഴുതി, 7നെ ഡിവൈഡ് ചെയ്ത് 1, 14നെ ഡിവൈഡ് ചെയ്ത് 2. ഇനി ലസാഗു എത്രയാണ്? 7 × 5 × 2 എത്ര? 70. ആൻസർ 70. ഒരു ചോദ്യം കൂടി. 4, 5, 6 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ ഏതാണത്? 4, 5, 6 ഇവയുടെ ലസാഗു. ഇവിടെ 4, 6ൻ്റെ കോമൺ ഫാക്ടർ ഏതാണ്? 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2, 5, 3 എന്ന് കിട്ടും. ഇനി കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ 2 × 2 × 5 × 3 60.